എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ഒരാളുടെ സംസാരം കേൾക്കാനായിട്ട്. ആക്ച്വലി അനുമോൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫാമിലി മെമ്പറിന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ബിഗ് ബോസിന് മുന്നേ ഇതുപോലായിരുന്നു. അനുമോളുടെ കൂടെ ഞാനും ഒരുപാട് സ്റ്റേജിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്നൊക്കെ തന്നെ ഇതിലും ഇതുപോലെ തന്നെ സ്നേഹമാണ് എല്ലാ മലയാളികളും അനുമോൾക്ക് തന്നിട്ടുള്ളതും. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും സ്നേഹം കൊണ്ട് തന്നെയാണ് ബിഗ് ബോസിൽ പോയി വിജയിച്ച് വിന്നറായി ഇന്നതാ റൈറ്റ് നൗ നമ്മുടെ രാജകുമാരി വീണ്ടും വിളിച്ചപ്പോൾ ഓടി എത്തിയതിന് ഒത്തിരി സന്തോഷം. എന്താണ് നമ്മുടെ പോത്തങ്കോടുകാരോട് പറയാനായിട്ടുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. അതിലുപരം നല്ല പൊരു വെയിലാണ്. കുഞ്ഞു മക്കളൊക്കെ കൊണ്ട് ഒരുപാട് പേര് വെയിലത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും രാവിലെ കുളിച്ചൊരുങ്ങി സുന്ദരന്മാരായിട്ട് വന്ന് നിൽക്കുന്നു. മേക്കപ്പ് ഒക്കെ പോകണ്ട. അപ്പൊ ഞാൻ കുറച്ച് വാക്കുകൾ ഒതുക്കുകയാണ്. എന്തായാലും ഇവിടെ വന്ന ആദ്യം തന്നെ ഇവിടെ വന്ന എല്ലാവരുടെ ഒത്തിരി സന്തോഷവും സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. പിന്നെ ശരിക്കും ഞാൻ രാജുമാരുടെ ഗസ്റ്റ് അല്ല ഇന്നത്തെ. ശരിക്കും അനീഷ എണ്ണും പിന്നെ ഉമ്മയുടെ മകൻ പിന്നെ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആഷിബയൊക്കെയാണ് ഗസ്റ്റ്. ആഷ്മിയാണ് ഗസ്റ്റ്. ഞാൻ ശരിക്കും പറഞ്ഞ രാജകുമാരിയിലെ ഒരു മെമ്പറാണ്, അതായത് ഫാമിലി മെമ്പറാണ്. കാരണം എനിക്ക് അങ്ങനെ എപ്പോൾ വേണമെങ്കിലും വന്ന് കയറാം. എന്നിട്ട് ഇത് പറഞ്ഞു കേട്ടിട്ട് നാളെ മീഡിയയിൽ ഞാൻ ഫാമിലി ഇവിടുത്തെ ഓണറാണ്, എനിക്ക് രാജകുമാരി ഉണ്ട് എന്നൊന്നും പറഞ്ഞേക്കില്ല. നിങ്ങൾ അതൊക്കെ ഇടുന്നു എനിക്കറിയാം. അപ്പോൾ വേണമെങ്കിൽ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, ഈ കുറച്ച് നല്ലതാണ്. അപ്പൊ എന്തായാലും അതുകൊണ്ട് എനിക്ക് ഈ പറയുന്ന പോലെ ഇവിടുത്തെ നമ്മുടെ ഓണേഴ്സ് ആയിട്ടുള്ള നമ്മുടെ നാദർശിക്കാണെങ്കിലും സുഹൈദയ്ക്കാണെങ്കിലും നിസാർക്ക് വന്നിട്ടില്ല അല്ലേ, നിസാമിക്ക, പിന്നെ ഷാജഹാനിക്ക, പിന്നെ ഒരുപാട് ഷഫീർക്ക. അപ്പൊ ഇവരെല്ലാവരും നമ്മുടെ ഫാമിലിയിലെ മെമ്പർ, എന്റെ സ്വന്തം ഇക്കമാരാണ്. അപ്പൊ പ്രത്യേകിച്ച് എനിക്കൊരു വലിയ ക്ഷണം ആവശ്യമില്ല, വിളിക്കാൻ വരാം. അതാണ് എന്റെ ഒരു എന്താ പറയണ്ടേ ജോലി എന്ന് പറയുന്നത്. അപ്പം ശരിക്കും നമ്മുടെ ഗസ്റ്റ് അനീഷേട്ടൻ നമ്മുടെ ട്രിവാൻഡ്രത്ത് വന്നു. എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസിൽ ഇറങ്ങിയതിന് ശേഷം അനീഷേട്ടൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നതല്ലേ, നാട്ടിൽ കാലുത്തുന്നത്. അപ്പൊ വലിയൊരു സ്വീകരണം നിങ്ങൾ എല്ലാവരും കൊടുത്തു. ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ വീണ്ടും പറയാണ്, നല്ല വെയിലാണ്, കണ്ണൊക്കെ എല്ലാം കണ്ണ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, കാരണം എനിക്ക് ഇവിടെ നിന്ന് നല്ല ചൂടടിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ അവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന കുഞ്ഞു മക്കളെ കൊണ്ട് വന്ന് നിൽക്കുകയാണ്. മനസ്സിലായി? എന്തായാലും എന്നെ സ്നേഹിക്കുന്നതും അനീഷ എന്നെ സ്നേഹിക്കുന്നതും നമ്മുടെ രാജകുമാരിയെ സ്നേഹിക്കുന്ന ഒത്തിരി പേരോട് വന്നിട്ടുണ്ട്. എല്ലാവരോടും ഒത്തിരി സന്തോഷവും സ്നേഹവും പിന്നെ എന്താ നന്ദിയും അറിയിക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മളെല്ലാവരെയും സ്നേഹിക്കുക. അത്രയുണ്ട് പറയാനായിട്ട്. താങ്ക് യു. അപ്പൊ പിന്നെ വേറൊരു കാര്യം, ഡിസംബർ 14, അതായത് ഇന്ന് മുതൽ 21-ാം തീയതി വരെ നമ്മുടെ ഫെസ്റ്റ് നടക്കുകയാണ്. പുതിയ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോ, അടിപൊളി കളക്ഷൻ പോകുന്നുണ്ടെങ്കിൽ ചേച്ചിമാർക്ക് പ്രത്യേകിച്ച്. അപ്പൊ സാരികൾ കിടിലം സാരി എനിക്ക് ഇന്നലെ നാദർശിക കളക്ഷൻസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഓൾറെഡി ഞാനതിൽ കുറച്ച് എക്സ്പെക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നല്ല കളക്ഷൻസ് ആണ്. ഡിസംബർ 21-ാം തീയതി വരെ ഉള്ളൂ. അപ്പൊ എല്ലാരും പർച്ചേസ് ചെയ്യണം കേട്ടോ. ചെയ്യില്ലേ? ചെയ്യും. ഓക്കെ, താങ്ക് യു. സന്തോഷം തന്നെ ഞാൻ അനീഷേട്ടനാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. നല്ലൊരു കൈയ്യടി സമ്മാനിച്ചുകൊണ്ട് തന്നെ നമ്മളോട് സംസാരിക്കാനായിട്ട് അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യാൻ അനുവദിക്കും പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഇത്രയധികം ആളുകളെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ആക്ച്വലി ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ഫംഗ്ഷന് വരാൻ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാര്യം, രാജകുമാരി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എവിടെ സഞ്ചരിക്കുകയാണെങ്കിലും ചില ബ്രാൻഡുകൾ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ബ്രാൻഡുകൾ ഉണ്ടായിരിക്കും. അത്തരത്തില് രാജകുമാരി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിം കേട്ടപ്പോൾ തന്നെ ഞാൻ ഈ പ്രോഗ്രാം ഏറ്റെടുക്കുകയായിരുന്നു. അത്രമാത്രം വിശ്വാസ്യതയുള്ള ഒരു ബ്രാൻഡാണ് രാജകുമാരി. എന്നെ വിളിച്ച നാദിർഷാക്കേക്കും പിന്നെ ഇവിടെ ഡയറക്ടേഴ്സ്, ചെയർമാൻ, അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ നിൽക്കുന്നു. ഞാൻ പേരെടുത്ത് ഓരോരുത്തരുടെയും പറയുന്നില്ല, അങ്ങനെ പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സമയം വൈകും, അതുകൊണ്ടാണ്. അപ്പൊ ഫസ്റ്റ് കാരണം എന്ന് പറയുന്നത് രാജകുമാരി എന്ന ബ്രാൻഡ് നെയിമാണ്. സെക്കൻഡ് കാരണം എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്ത് നിന്ന് എനിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിരുന്നു. പലപ്പോഴും ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെയും എന്നെ നേരിട്ട് വിളിച്ചിട്ടൊക്കെ ആളുകൾ ഇങ്ങനെ ട്രിവാൻഡ്രത്തിന്റെ ഇന്ന ഭാഗത്തു നിന്നാണ്, വിഴിഞ്ഞത്തു നിന്നാണ്, ട്രിവാൻഡ്രം സിറ്റിന്നാണ്, പിന്നെ കന്യാകുമാരി ജില്ലയുടെ അടുത്താണ്, അങ്ങനെ തിരുവനന്തപുരത്ത് മൊത്തത്തില് ഒരുപാട് സ്ഥലത്ത് നിന്ന് നിരവധിയായിട്ടുള്ള കോളുകളും അതുപോലെ തന്നെ ഫ്ലക്സ് ഹോർഡിങ്സ് ഒക്കെ എനിക്ക് അയച്ചു തരാറുണ്ടായിരുന്നു. എന്നാണ് ഇനി ട്രിവാൻഡ്രത്തേക്ക് വരിക എന്നുള്ള ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, ട്രിവാൻഡ്രത്തേക്ക് വരാമെന്ന് കരുതി. അങ്ങനെ 2 കാരണങ്ങളാണ്. ഒന്ന്, രാജകുമാരി എന്ന് പറയുന്ന ഒരു ബ്രാൻഡും, സെക്കൻഡ്, ട്രിവാൻഡ്രംകാരുടെ ഒരു സ്നേഹവും. അപ്പോ
എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടെ നന്ദി പറയാണ്. നിങ്ങൾ എന്നെ കാണാൻ വന്നത്, എന്നെ മാത്രമല്ല അനുവിനെയും. അനു ട്രിവാൻഡ്രംകാരിയാണ്, ഇവിടെ കാലങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പോ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു ഒരുപാട് തവണ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഞാനൊരു തൃശ്ശൂർക്കാരനാണ്, എങ്കിലും നിങ്ങൾ 2 കൈയും നീട്ടി എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ്. പിന്നെ ട്രിവാൻഡ്രം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തലസ്ഥാനാണ്. തലസ്ഥാനത്തേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറൊരു തരത്തിലുള്ള സന്തോഷമാണ്. സോ ഇനി ഈ സ്ഥാപനം രാജകുമാരി എന്ന് പറയുന്ന സ്ഥാപനം ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോകാനും അതുപോലെ തന്നെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ സ്ഥാനമുണ്ട് എങ്കിലും കൂടുതൽ സ്ഥാനവുമായിട്ട് മുന്നേറാനും സാധിക്കട്ടെ. ഞാൻ ഈ ബ്രാൻഡിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. ഞാൻ ആരെ വിളിക്കുന്ന അറിയില്ല, വരൂ സാർ. ഒരു 2 വാക്ക്. എനിക്ക് തോന്നുന്നു ഇവരങ്ങനെ അത്ര പരസ്യമായിട്ടല്ല ചാരിറ്റി പ്രവർത്തനങ്ങളൊന്നും. അപ്പൊ എനിക്ക് അത് കേട്ടപ്പോ ഒരുപാട് സന്തോഷമായി. കാരണം ഒരു ബിസിനസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഒരു വശത്ത്, അതിന്റെ കൂടെ ചാരിറ്റിയും കൂടെ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം. അപ്പോ ഞാൻ എന്തൊക്കെ ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എന്നൊന്ന് പറയുമോ? പ്രിയപ്പെട്ട അനീഷേ,